ഇന്നാണ് കേട്ടോ ഈ വർഷത്തെ മച്ചാട് തിരുവാണിക്കാവിൽ അമ്മയുടെ പറ എത്തുന്ന ദിവസം. ഈ ഭാഗത്ത് ഇന്നാണ് പറ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. മുറ്റമൊക്കെ അടിച്ചുവാരി വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. കുറച്ചൊന്ന് ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി പറ വരുന്നതിന് മുന്നേ നമുക്കൊന്ന് അണിയാനുണ്ട്. അപ്പോൾ അരിപ്പൊടിയിൽ വെള്ളം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ട് ഒരു ചെറുതായിട്ടൊരു ഇങ്ങനെ വെള്ളം പോലെ വരുന്ന കൺസിസ്റ്റൻസിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മുറ്റത്ത് നിറച്ച് അണിഞ്ഞു കൊടുക്കാറുണ്ട്. മുറ്റം നിറയെ അണിഞ്ഞു കൊടുത്തിട്ട് ആ വരണ വഴി വരെ നമ്മൾ അണിയാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയ ഇടങ്ങഴിയൊക്കെ വെച്ച് മുറമൊക്കെ വെച്ചിട്ട് കാത്തിരിക്കും. വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ കൊമ്പും കുഴലിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് മച്ചാട് തിരുവാണിക്കാവിൽ അമ്മയുടെ ഇളയത് ദേവിയുടെ പ്രതിനിധിയായിട്ട് വീടുകളിലെത്തും. ചുമലിലേറ്റിക്കൊണ്ടാണ് കേട്ടോ വരാറുള്ളത്. ചെണ്ടയൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പം നമ്മളത് അങ്ങനെ കാത്തിരിക്കുകയാണ് പതിവ്. ഏതാണ്ട് പുലർച്ചെ ആവുന്ന സമയത്താണ് കേട്ടോ ഈ ഭാഗത്തേക്ക് എത്താറുള്ളത്. അപ്പോൾ ഞങ്ങൾ കാത്തിരുന്ന് ഒരു 3 മണി ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ രാത്രിയാണ് നമ്മളത് അണിഞ്ഞു കൊടുത്തിട്ട് ഒന്ന് ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിൽ പറയും ഇടങ്ങഴിയൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ അവർ വന്നതിന് ശേഷം നമുക്ക് നെല്ലൊക്കെ തരും. അതൊക്കെ നിറച്ച് ഇളയത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറ ചൊരിയും. പിന്നെ പൂവും നെല്ലൊക്കെ എല്ലാവരും മേലിക്കും വിതറും. അങ്ങനെ നിമിഷ നേരം കൊണ്ട് പറയെടുപ്പ് കഴിഞ്ഞ് പോകുന്ന ഒരു പ്രത്യേക ചടങ്ങും കൂടിയാണ് കേട്ടോ ഈ തിരുവാണിക്കാവിൽ അമ്മയുടെ പറയെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വിശേഷിച്ചിട്ട് സ്പെഷ്യലായിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ പറയെടുപ്പിന് കാത്തിരിക്കാറുള്ളത്. അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ പറയെടുപ്പൊക്കെ കഴിഞ്ഞു, കുറേ നെല്ലൊക്കെ വിതറിയിട്ടുണ്ട്. ഇനി നെല്ലൊക്കെ ഇവിടെ കിടന്ന് മുളയ്ക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.